വർഗീയ പരാമർശം നടത്തിയെന്ന അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ കേസെടുത്ത് പോലീസ്. കടവന്ത്ര പോലീസാണ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തത്. അർച്ചന ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അർച്ചന, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അൻസിബ ടിനി ടോം വിഷയം സമൂഹ മാധ്യമങ്ങളിലടക്കം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ നോക്കൂ, വർഗീയ പരാമർശം നടത്തിയെന്ന അൻസിബ ഹസന്റെ പരാതിയിൽ നടനെതിരെ കേസെടുത്തിരിക്കുകയാണ്. വിവരങ്ങൾ എങ്ങനെയാണ്? പോലീസ് കേസ് അവഗണിക്കുന്നു. വംശീയാധിക്ഷേപം നടത്തിയെന്ന അൻസിബയുടെ പരാതിയിലാണ് ഇപ്പോൾ കടവന്ത്ര പോലീസ് ടിനി ടോമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നേരത്തെ തന്നെ ഇത്തരത്തിൽ കേസെടുക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കടവന്ത്ര പോലീസ് കേസെടുത്തിരിക്കുന്നത്. പ്രധാനമായും സ്ത്രീത്വത്തെ അപമാനിച്ചു, ഒപ്പം വർഗീയ അധിക്ഷേപം നടത്തി എന്നതാണ് അൻസിബയുടെ പരാതി. ഈ പരാതിയിൽ നേരത്തെ കടവന്ത്ര പോലീസ് തെളിവില്ലാതെ കേസെടുക്കാൻ കഴിയില്ല എന്നൊരു വാദമാണ് മുന്നോട്ട് വെച്ചത്. തുടർന്നാണ് ഇത്തരത്തിൽ കോടതിയെ സമീപിക്കുകയും കോടതി ടിനി ടോമിനെതിരെ കേസെടുക്കണമെന്ന് ഉത്തരവിടുകയും ചെയ്തത്. ഈ ഉത്തരവിൽ പ്രധാനമായും പോലീസിന് വലിയ തിരിച്ചടിയാകുന്ന കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടിയത്. അതിൽ പ്രധാനമായും ഇത്തരത്തിൽ വംശീയ അധിക്ഷേപം നിലനിൽക്കുന്നതാണ്. ഇതിൽ പ്രഥമ നിഷ്ഠ ഇതിൽ കേസെടുക്കാവുന്നതാണ്. മാത്രമല്ല, നീന കുറുപ്പിന്റെ അടക്കം മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇതിൽ കേസെടുക്കേണ്ടതുണ്ട് എന്ന് കോടതി നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കൊണ്ട് ഇത്തരത്തിൽ അൻസിബയ്ക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഇതിൽ കേസെടുക്കണമെന്നൊരു വിധി നേരത്തെ പുറപ്പെടുവിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 24 മണിക്കൂറിനുള്ളിൽ പോലീസ് ടിനി ടോമിനെതിരെ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഈ കേസിൽ ടിനി ടോമിന്റെയും ഒപ്പം അൻസിബയുടെയും നീന കുറുപ്പിന്റെയും ശ്വേതാമേനോന്റെയും എല്ലാം. അർച്ചന, ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. വർഗീയ പരാമർശം എന്നത് വെറും തമാശയായിട്ട് കാണരുത് എന്നാണ് കോടതി പോലീസിനോട് പറഞ്ഞത്. അതും കൂടി ഈ ഒരു അവസരത്തിൽ എടുത്തു പറയേണ്ടതല്ലേ? തീർച്ചയായും പോലീസിന് വലിയ തിരിച്ചടിയായിക്കൊണ്ട് തന്നെയാണ് ഇന്നലെ ഉത്തരവ് വന്നിരിക്കുന്നത്. അതിൽ ഈ ഉത്തരവിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. അതൊരു തമാശയായി ചിത്രീകരിക്കേണ്ട കാര്യങ്ങളല്ല. ഇതിൽ വംശീയാധിക്ഷേപം, സ്ത്രീത്വത്തെ അപമാനിക്കലെല്ലാം ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കേസെടുക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കോടതി ഇന്നലെ നിരീക്ഷിച്ചത്. മാത്രമല്ല, ഇതിൽ പോലീസ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നു എന്ന് അൻസിബ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടം നടത്തുകയും അനുകൂലമായ വിധി ഇപ്പോൾ വരികയും ചെയ്തിരിക്കുന്നത്. പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നു, ഒപ്പം ഈ പ്രാഥമിക അന്വേഷണം എന്ന പേരിൽ കാട്ടിക്കൂട്ടുന്നതെല്ലാം പ്രഹസനങ്ങളും നാടകീയമായ കാര്യങ്ങളൊക്കെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് കടവന്ത്ര പോലീസ് നടത്തുന്നത് എന്നവർ ഗുരുതരമായ ആരോപണം പോലീസിന് മുൻപേ നേരത്തെ ഉന്നയിച്ചതാണ്. ഇതിലൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ പിന്നീട് കോടതിയെ സമീപിക്കുകയും ഇന്നലെ കോടതി ഇത്തരത്തിൽ കൃത്യമായ നിരീക്ഷണം നടത്തി ഇതിൽ കേസെടുക്കണം, ഇതിൽ ഗൗരവകരമായ കാര്യങ്ങളുണ്ട് എന്ന് നിരീക്ഷിക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കേസെടുക്കുന്നത്. എന്തായാലും പോലീസിനെതിരെ വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇനി കേസെടുക്കാതെ നിവൃത്തിയില്ല തരത്തിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസിൽ ഈ FIR അടക്കം ഇടുന്ന നടപടിയിലേക്ക് കടന്നത്. നേരത്തെ എന്തുകൊണ്ട് FIR ഇടുന്നില്ല എന്താണ് അൻസിബ പ്രധാനമായും ചോദിച്ചത്. സാക്ഷിമൊഴി അടക്കമുണ്ടായിരുന്നു, എന്നിട്ടും എന്തുകൊണ്ട് ഇതിൽ FIR ഇട്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നില്ല എന്നൊരു ചോദ്യം തന്നെയാണ് നേരത്തെ തന്നെ അൻസിബ ഉന്നയിച്ചത്. അതിലാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്. എന്തായാലും കേസിൽ ഇനി ഇപ്പോൾ ടിനി ടോമിന്റെ അടക്കം മൊഴി രേഖപ്പെടുന്ന അടക്കം നടപടിയിലേക്ക് പോലീസ് കടക്കും. എന്തായാലും നിലവിൽ ഈ കേസിൽ FIR ഇട്ടിട്ടുണ്ട്. ജിഹാദി എന്ന അടക്കമുള്ള പരാമർശങ്ങൾ ടിനി ടോം നടത്തിയെന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ് അൻസിബ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയത്. ഈ പരാതിയാണ് പോലീസിൽ ഇത്തരത്തിൽ അവഗണിച്ചു എന്ന് അൻസിബ തന്നെ ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കടവന്ത്ര പോലീസ് ഇതിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, അതായത് കോടതി വടിയെടുക്കേണ്ടി വന്നു പോലീസിന് നടപടിയെടുക്കാൻ. ആ ഒരു നിലയിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നതാണ് ഈ കേസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്. അർച്ചന വിനോദ്, വർഗീയ പരാമർശം നടത്തിയെന്ന അൻസിബ ഹസന്റെ പരാതിയിൽ പോലീസ് തുടക്കത്തിൽ തന്നെ അലംഭാവം കാണിക്കും. ശരി, തുടർന്നോളൂ അർച്ചന, തുടരാം. തീർച്ചയായും കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരമൊരു നിരീക്ഷണം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. കാരണം അൻസിബ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് പ്രതിയെ ഇത്തരത്തിൽ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടും എന്തുകൊണ്ട് ഇതിലൊരു FIR പോലും ഇടാതെ ഇത്തരത്തിൽ ഈ പ്രഹസനങ്ങൾ കാണിക്കുന്നു എന്താണ് പോലീസിനെതിരെ ഗുരുതരമായ ആരോപണമായി അൻസിബ ഉന്നയിച്ചിരുന്നത്. അതിനെ ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. കോടതി പ്രധാനമായും പറഞ്ഞത് ഇത്തരത്തിൽ വംശീയ അധിക്ഷേപങ്ങൾ നടത്തുന്നത് അത്
ഗൗരവമായ കാര്യമാണ്. അതൊരു തമാശയായി തള്ളിക്കളയേണ്ട വിഷയമല്ല എന്താണ് കോടതി നിരീക്ഷിക്കുന്നത്. ഒപ്പം സ്ത്രീത്വത്തെ അപമാനിക്കുന്നത് അടക്കമുള്ള വകുപ്പുകൾ തന്നെ ചുമത്തി ഇതിൽ കേസെടുക്കണം, അന്വേഷണവുമായി മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ ഇത്തരം ഒരു കേസെടുക്കുന്ന നടപടിയിലേക്ക് പോയത്. മാത്രമല്ല ഇതിൽ FIR എന്തുകൊണ്ട് ഇട്ടില്ല എന്നടക്കമുള്ള ചോദ്യങ്ങളടക്കം കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അതിൽ കേസെടുക്കുന്നു എന്താണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പോലീസിന് ഏൽക്കുന്ന വലിയ തിരിച്ചടി കൂടിയാണ്. കാരണം അൻസിബ ഇതിൽ തുടക്കം മുതൽ നിയമ പോരാട്ടം നടത്തിയതാണ്. താൻ കൊടുത്ത 2 കേസുകളിലും പോലീസ് ഇത്തരത്തിൽ അലംഭാവം കാണിച്ചു. വർഗീയ പരാമർശം നടത്തിയെന്ന അൻസിബ ഹസന്റെ പരാതിയിൽ നടൻ ടിനി ടോമിനെതിരെ കേസെടുത്തിരിക്കുന്ന വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്ന് അർച്ചന വിനോദ് പങ്കുവച്ചത്.